ഇബിലീസിന്റെ പണിപ്പുരയിൽ പണിത്തിരക്കാണ്. എന്തിനാ പണിത്തിരക്ക്? മാനവ സ്നേഹം തകർത്തിടാനായി സൈത്താൻ പണിയെടുക്കുന്നു എന്നായിരുന്നല്ലോ CPM പാടി നടന്നത് ആ സമയത്ത്. അപ്പൊ ആ സൈത്താൻ ആരാണ് എന്ന് അറിയുമ്പോ എന്തിനാണ് രാജേഷിനും CPM-നും ഒക്കെ ഇത്രയ്ക്കങ്ങ് വിറളി പിടിക്കുന്നത്? ആ സൈത്താന്റെ ഒന്നാമത്തെ പേര് അത് AA റഹീം എന്ന് തന്നെയാണ്. അതെ, അത് ഞാനാണ്. അദ്ദേഹം പറഞ്ഞു ഏതാണ് ആ ഉന്നതൻ എന്ന് പറയാൻ ഞാൻ വ്യക്തമായി പറയുന്നത്. അങ്ങോട്ട് മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം. AA റഹീം എന്ന് പറയുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒന്നാമൻ എന്ന് DYFI തന്നെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന കൊട്ടിഘോഷിക്കുന്ന DYFI സംബന്ധിച്ച് പ്രധാനപ്പെട്ട നേതാവായ രാജ്യസഭയിലെ MP ആയ CPM-ന്റെ മുഖമായ ഒരു നേതാവ്, ഞാനൊരു വലിയ സംഭവം അല്ലേ, അദ്ദേഹം ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു പ്രചരണം ഏറ്റെടുത്ത് അതിന് കേരളം ആകെ ശ്രദ്ധ കൊടുക്കുന്ന രീതിയിൽ ഒരു പ്രചരണം ഏറ്റെടുക്കുന്നു. എന്തായിരുന്നു ആ പ്രചരണം? അത് അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഷാഫി പറമ്പിലിനെ പൊളിറ്റിക്കൽ പോയിസൺ എന്ന് വിളിക്കുന്നതായിരുന്നു. എന്താ അതിന്റെ ബേസ്? അതിന്റെ ബേസിക് കാഫിർ സ്ക്രീൻഷോട്ടാണ്. ഇന്ന് ആ കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെയാണ് എന്ന് മനസ്സിലാകുമ്പോ അയ്യോ എന്റെ പിഴ എന്റെ വലിയ പിഴ എന്ന് ഏറ്റുപറയാനുള്ള രാഷ്ട്രീയ ധാർമ്മികത, പൊളിറ്റിക്കൽ എത്തിക്നെസ് അത് ആർക്കുണ്ടാവണം? ഈ പറയുന്ന AA റഹീമിന് ഉണ്ടാവണം. മാത്രമേ കയ്യിലുള്ളൂങ്കിലും 2024 ഏപ്രിൽ 25 3 മണി അമ്പാടിമുക്ക് സഹാക്കൾ എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിലാണ് ആദ്യം ഈ കാഫർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട വാർത്ത വരുന്നത്. അത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് മനീഷ് എന്ന് പറയുന്ന പേജിന്റെ അഡ്മിനാണ്. ഒരു കുടുംബത്തിൽ ഒന്നും എങ്ങനെയാണോ എല്ലാവരും ഒന്നുപോലെ പോയത്. 2024 ഏപ്രിൽ 25 2:30 റെഡ് ബറ്റാലിയൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇത് വരുന്നു. അമൽറാം എന്ന് പറയുന്നത് നിങ്ങളുടെ DYFI നേതാവാണ് പോസ്റ്റ് ചെയ്തത്. 2024 ഏപ്രിൽ 25 തന്നെ റെഡ് എൻകൗണ്ടർ എന്ന് പറയുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വരുന്നു. പോസ്റ്റ് ചെയ്ത ആളുടെ പേര് റിബേഷ്, DYFI നേതാവാണ്. അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ. എല്ലാ പൈപ്പറും നല്ല പൊളിയാണ്. അപ്പോ അങ്ങനെ റിബേഷിനെ പ്രതി ചേർക്കുമ്പോ ഏറ്റവും കുറഞ്ഞ പക്ഷം അയാളെ പുറത്താക്കിയിട്ടെങ്കിലും നിങ്ങൾ ഈ ന്യായം പറയണ്ടേ? നിങ്ങൾ ഈ വലിയ വായിൽ രാഷ്ട്രീയം പറയാൻ വേണ്ടി വരണ്ടേ? അയാളെ പുറത്താക്കിയില്ല എന്ന് മാത്രമല്ല അറിയാം, അയാളെ സംരക്ഷിക്കാൻ വേണ്ടി CPM-ന്റെ ജില്ലാ സെക്രട്ടറി ഇന്ന് നടത്തിയ കൊലവിളി പ്രസംഗം കേട്ടില്ലേ പോലീസിനോട്? വെറുതെ അല്ല, നാട്ടുകാർ മുഴുവൻ താൻ മണ്ടനാണെന്ന് പറയുന്നത്. നിങ്ങൾ ഞങ്ങളുടെ നേരെ കൈകടത്താൻ വന്നവരാരും ഏതാണ് പെൻഷൻ കഴിഞ്ഞതിന് ശേഷം മര്യാദയ്ക്ക് പോയിട്ടില്ല. ഒരു കരണത്തടിച്ചാൽ മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കുന്ന പരിപാടി ഞങ്ങൾക്കില്ല. ആ കൈ ഞങ്ങൾ തല്ലി ഒടിക്കും എന്ന കണക്കിന് വർത്തമാനം പറയാൻ നാണമാവുന്നില്ലേ? ഉളുപ്പ് എന്ന് പറഞ്ഞൊരു ഭാഷയില്ലേ? ഞാൻ ഈ CPM-നെതിരായ എല്ലാ ചർച്ചയിലും നിർഭാഗ്യവശാൽ ഉപയോഗിക്കേണ്ടി വരുന്നത് പണ്ട് അച്യുതാനന്ദൻ പറഞ്ഞ ഭാഷയാണ്. ഉളുപ്പുണ്ടോ എന്ന് പണ്ട് VS അച്യുതാനന്ദൻ ചോദിച്ചതുപോലെ ഇവരോട് അതാണ് ചോദിക്കേണ്ടി വരുന്നത്. ശവത്തെ കുത്തരുത്. ഒന്ന് നിങ്ങൾ പിടിച്ചു, നിങ്ങൾ പിടിക്കപ്പെട്ടു, നിങ്ങളുടെ പുറംപൂച്ച് വെളിയിൽ വന്നു. കക്കാൻ കയറിയ കള്ളനെ കൈയോടെ നാട്ടുകാർ പിടിച്ച് വാഴയിലോ അപ്പുറത്തെ തെങ്ങിലോ കെട്ടിയിട്ട് കഴിഞ്ഞിട്ട് കള്ളം പറയാണ് ഞാൻ ഓട് പൊളിച്ചത് ഓടിന് ചോർച്ചയുണ്ടോ എന്ന് നോക്കി ലീക്കേജ് ശരിയാക്കാൻ വേണ്ടിയാണ് എന്ന് ന്യായം പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? മാനം എന്ന് പറഞ്ഞ സാധനം വേണ്ടേ? നോക്കൂ, ഇതിൽ രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്ത് ഇതിന്റെ ബുദ്ധി കേന്ദ്രം ആരാണെങ്കിലും ഇനി റിബേഷിൽ ഒതുങ്ങി നിൽക്കുന്നു എന്നിരിക്കട്ടെ. ആദ്യം നമുക്ക് തൽക്കാലം റിബേഷിൽ മാത്രം ഈ വിഷയത്തെ ഒന്നൊന്ന് ഫ്രെയിം ചെയ്യാം. അങ്ങനെ റിബേഷിലാണ് ഒതുങ്ങി നിൽക്കുന്നതെങ്കിൽ എത്ര വലിയ നീചമായ ചിന്തയാണ് ആ ബ്രെയിനിലൂടെ കടന്നുപോയത്. അങ്ങനെ ഒരു കാഫിർ സ്ക്രീൻഷോട്ട് എന്ന് പറയുന്ന ഒരു വിവാദം ഉണ്ടാക്കുന്നു. അവിടെ എന്താണ് ഇവർ പറഞ്ഞത്? UDF കാഫിറുകൾ വോട്ട് ചെയ്തത് എന്ന് പറഞ്ഞു. അതായത് മുസ്ലിം അല്ലാത്ത അമുസ്ലിമായ ഒരാൾ അപ്പുറത്ത് നിൽക്കുകയാണ്. ആര്? KK ശൈലജ. ആ അമുസ്ലിമായ ആൾക്ക് വോട്ട് ചെയ്യാൻ പാടില്ല, അത് കാഫിറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പ്രചരണം നടത്തി എന്ന് പറയുമ്പോൾ ഒരു വർഗീയ കലാപത്തിന് പോലും സ്കോപ്പ് ഉണ്ടായിരുന്നു. അദ്ദേഹം വലിയ ആത്മവിശ്വാസത്തോടെയോ അഭിമാനത്തോടു കൂടിയൊക്കെ രാജേഷ് പറഞ്ഞു കഴിഞ്ഞ 10 വർഷക്കാലം ഇവിടെ വർഗീയ കലാപം ഉണ്ടായിട്ടേ ഇല്ല. ഞാൻ പാലക്കാടെ ആ പാവപ്പെട്ടവരെ പേര് ചോദിച്ച് തല്ലിക്കൊന്ന RSS ഭീകരതയും കരോളിന് നേരെ ഉണ്ടായ ആക്രമണങ്ങളും ഒക്കെ എണ്ണി പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. അത് പോട്ടെ, കിട്ടിയാ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു. ഇനി അദ്ദേഹത്തിന്റെ വാദം നമുക്ക് ചുമ്മാ അംഗീകരിച്ചേക്കാം, പാവം. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന ബുദ്ധികേന്ദ്രം, ഈ പറഞ്ഞ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയ ബുദ്ധികേന്ദ്രം കേരളത്തിന്റെ മതേതര മണ്ണ്, പ്രത്യേകിച്ച് വടകരയിലെ മനുഷ്യർ അവർ സംയമനത്തോടു കൂടി പെരുമാറിയില്ലായിരുന്നെങ്കിൽ അവിടെ ഒരു വർഗീയ കലാപത്തിന്റെ സ്കോപ്പ് ഉണ്ടായിരുന്നു ഇല്ലേ? ഒരു പ്രത്യേക ടൈപ്പാണ് കച്ചട. വടകര പോലെ മുസ്ലിങ്ങൾ മാത്രം തിങ്ങിപ്പാർക്കുന്ന സ്ഥലമൊന്നുമില്ല. അവിടെ ഹിന്ദു ഭൂരിപക്ഷമുണ്ട്, ഹിന്ദു വോട്ടുകളുണ്ട്, മറ്റ് സമുദായങ്ങളുടെ വോട്ടുകളുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് വളരെ കരുതിക്കൂട്ടി വളരെ പ്ലാൻഡായി ഇങ്ങനെ ഒരു പ്രചരണം ഇറക്കി വിടുകയാണ്. അവിടെ രണ്ട് സമുദായങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നെങ്കിൽ ആര് സമാധാനം പറയായിരുന്നു? പൊളിറ്റിക്കൽ പോയിസൺ എന്ന് വന്ന് AA റഹീം വന്ന് വിളിച്ചു പറയുമ്പോൾ നാളെ അത് ശരിയാണ് എന്ന് വിചാരിച്ച് UDF-ന് നേരെ അവിടെ ആക്രമണം ഉണ്ടായിരുന്നെങ്കിൽ, ഞങ്ങളുടെ നേതാക്കന്മാർക്ക് നേരെയും പാർട്ടി ഓഫീസുകൾക്ക് നേരെയും ആക്രമണം ഉണ്ടായിരുന്നെങ്കിൽ ആര് സമാധാനം പറയായിരുന്നു? രാജേഷ് പറയോ? പിണറായി വിജയൻ പറയോ? മറ്റാരെങ്കിലും പറയോ? ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി.
സാക്ഷികൾക്ക് പരം ബലിദാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സമ്മതിക്കുമോ? നമ്മുടെ വാക്കല്ലത്. ഓരോ അതിന് പിന്നിൽ ഇരുമ്പുന്ന ചരിത്രത്തെ സംബന്ധിച്ചും കാരശ്ശേരി മാഷ് ഞാൻ ക്ലാസ് എടുക്കേണ്ട കാര്യമില്ലല്ലോ, പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പം രക്തസാക്ഷികൾ എന്ന് പറയുന്നത് അങ്ങനെ വളരെ ലാഘവത്തോടു കൂടി അങ്ങനെ പറയേണ്ട ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കോട്ടകൾ ഇളകിയത്. പിന്നെ നാണക്കെടുത്തി. ഞങ്ങൾ പോലീസിന്റെ തണലിൽ വളർന്ന പാർട്ടിയല്ല. പോലീസ് ഞങ്ങൾക്ക് പുല്ലാണെന്ന് മുദ്രാവാക്യം വിളിക്കുകയല്ല. ഞങ്ങളുടെ ജീവിതാനുഭവത്തിൽ പോലീസ് ഞങ്ങൾക്ക് പുല്ലാണ്. ജനാധിപത്യ സംവിധാനത്തിൽ പോലീസിനെ ബഹുമാനിക്കുന്നിടത്ത് ഞങ്ങൾ ബഹുമാനിക്കും. പക്ഷെ പോലീസിന്റെ അല്ലാത്ത പണിയെടുക്കുമ്പോ ആ പോലീസിനെ നേരിട്ട പാരമ്പര്യമുള്ള പാർട്ടിയാണ് കേരളത്തിലെ പാർട്ടി. കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. രാജേഷ്, ഒരുപക്ഷെ അവിടെ കൂടി നിന്ന പ്രവർത്തകർ കൈയടിക്കുമായിരിക്കും. അതിലപ്പുറം കേരളം കൈയടിക്കുമോ ഇതുപോലെയുള്ള വെല്ലുവിളികൾക്ക്? നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടി അംഗങ്ങൾ, നിങ്ങളുടെ സംഘടനയിലെ അംഗങ്ങൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടില്ല എന്ന അത്രയും ബോധ്യമുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ നിരത്തിലിറങ്ങി ഈ പ്രസംഗങ്ങളും ഈ വാചകമടിയും ഈ വെല്ലുവിളിയും? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതിന്റെ രാഷ്ട്രീയമാണ് അതിന്റെ അകത്ത് പ്രശ്നം. അതായത് പോലീസിന്റെ പണിയെടുത്താൽ പോലീസിന്റേതായ പണിയെടുക്കട്ടെ. പക്ഷേ അതിനെ പോലീസ് ഒരു ചട്ടുകമായി മാറിക്കൊണ്ട് ഭരണകൂടത്തിന് അനുകൂലമായി ഭരണകൂട ഭീകരതയ്ക്ക് എല്ലാ ഒത്താശയും ചെയ്തുകൊണ്ട് കേരളത്തിലുള്ള സഹാക്കന്മാരെ ഭരണകൂട ഭീകരത എന്നൊക്കെ പറയുന്നത് വലിയ അർത്ഥമുള്ള വലിയ മാനങ്ങളുള്ള വാക്കാണ്. 1000 രൂപ കൊടുത്തവനത് മാറ്റി പറയും. ഈ ജിതിൻ ഭാസ്കർ ഇത് പ്രചരിപ്പിച്ച ഒരു വ്യക്തിയാണെന്ന കാര്യത്തിൽ പോലീസിന് എല്ലാ തെളിവുകളും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്, ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ അതിലൊക്കെ ഭരണകൂട ഭീകരത എന്നുള്ള വാക്കൊക്കെ ഉപയോഗിക്കേണ്ട ഒരു വിഷയമാണോ? ഈ ജിതിൻ ഭാസ്കറിന് ഇതിന് പങ്കുണ്ടെങ്കിൽ അത് പോലീസ് തെളിയിക്കട്ടെ, ഇല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങട്ടെ. അതിന് ജില്ലാ സെക്രട്ടറി എന്തിനാണ് പുറത്തിറങ്ങി ഇങ്ങനെ പ്രതിഷേധിക്കുന്നത്? എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. പോലീസ് എന്നൊക്കെ പറഞ്ഞത് പോലീസൊക്കെ അവിടെ നിൽക്കും. പോലീസാണ് ഇവിടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പോലീസ് അന്വേഷണം നടത്തി കഴിഞ്ഞാൽ അന്വേഷണം സഹകരിച്ചോണ്ടിരിക്കില്ലേ? പിന്നെന്താ അവിടെ എവിടെയെങ്കിലും തടയുന്ന ഒരു നിലയുണ്ടായോ? എല്ലാ ഭരണത്തിലും പോലീസ് രക്ഷാപ്രവർത്തനം ചെയ്യുന്നതാണോ താങ്കൾ വിശ്വസിക്കുന്നത്? നിങ്ങളൊരു മണ്ടനായി പോയല്ലോ. പോലീസ് രക്ഷാപ്രവർത്തനം ചെയ്യുന്നത് മാത്രമല്ല, അവർ ചെയ്യട്ടെന്ന്. ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പക്ഷപാതപരമായ UDF ഗവൺമെന്റിന്റെ ചട്ടുകമായി ഇത്തരത്തിലുള്ള അന്വേഷണ ഏജൻസികൾ മാറിക്കഴിഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യണ്ടേ? അതിനെതിരെ ഒരു പ്രൊട്ടസ്റ്റ് മണ്ടത്തരം പറയാതെ വിഡ്ഢിയാണെങ്കിലും ചേട്ടൻ ഒരു യുക്തിവാദിയല്ലേ? ഇപ്പൊ അറസ്റ്റ് ചെയ്യപ്പെട്ടവർ പ്രതികളല്ല എന്നൊരു വാദം CPM നുണ്ടോ? 1. 2, സഹാക്കളെ വേട്ടയാടിയാൽ എന്ന് പറയുന്നത് നിങ്ങളുടെ കുറ്റവാളികളായി പോലീസ് എത്തിയിട്ടുണ്ടോ? അല്ല, അഡ്വക്കേറ്റ് വക്കീലെ, അതിനകത്ത് ഈ കുറ്റവാളികളായിട്ട് മാറിയിട്ടില്ലല്ലോ. എന്നാ പിന്നെ പേടിക്കണ്ട. കുറ്റവാളികളായിട്ട് മാറട്ടപ്പോ. എന്നിട്ട് നമുക്ക് കാരശ്ശേരി മാഷ് പറഞ്ഞ കാര്യം മാറട്ടെ. അവർ കുറ്റവാളികളായിട്ട് മാറി കോടതിയിൽ അത് CDR അടക്കം പോലീസിന്റെ കയ്യിലിരിക്കുക. എന്തോ പ്രതികളല്ല, ഭീകരന്മാർ എന്ന് വേണം പറയാനോമാരെ. ഞാനൊരു സത്യം പറയട്ടെ, ഞാനൊരു തന്തയില്ലാത്തവനാ. ഷാഫി പറമ്പിലിന്റെ രാഷ്ട്രീയ ഭാവി കേരളത്തിന് മുന്നിൽ ഷാഫി പറമ്പിൽ എന്ന നേതാവിനെ ഇല്ലാതാക്കാനുള്ള പരിശ്രമങ്ങളാണ് അന്നുണ്ടായത്. ആദ്യത്തെ അറസ്റ്റ് നമ്മൾ നേരത്തെ സംസാരിച്ച മുഹമ്മദ് കാസിം ഉണ്ട്. മുഹമ്മദ് കാസിം ഇതിൽ പ്രതിയേയല്ല, പക്ഷെ മുഹമ്മദ് കാസിം യൂത്ത് ലീഗ് പ്രവർത്തകരായിരുന്നു, പിടിയിലായി. അന്ന് ഏതൊക്കെ തരത്തിലുള്ള പ്രചരണമാണ് ഇടതുപക്ഷം നടത്തിയത്? എത്ര കാർഡുകളാണ് ഷെയർ ചെയ്യപ്പെട്ടത്? അപ്പോൾ അന്ന് ഷാഫി പറമ്പിലിനെതിരെ നടന്ന ഗൂഢാലോചനയായിരുന്നില്ലേ? അപ്പോൾ ഇതിന് പിന്നിൽ ആസൂത്രിതമായി നീക്കപ്പെടുന്ന ഷാഫിക്ക് പറഞ്ഞൂടെ? അല്ല, അരിയാഹാരം കഴിക്കുന്ന ആർക്കും ബോധ്യപ്പെടില്ലേ? അങ്ങനെയല്ല നിങ്ങൾ പറയുന്നത്. അതെ, ഇത് ഷാഫി പറമ്പിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണെന്ന് ഷാഫി പറമ്പിൽ എന്ത് വെളിപ്പെടുത്താത്തത്? ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കൂന്നിരുന്ന അല്ല ഞാൻ ചോദിക്കുന്നത്. വെറുതെ ഇങ്ങനെ ഗൂഢാലോചനയുണ്ടെന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും ബോധ്യപ്പെടും. നോക്കൂ, റിബേഷിന്റെ ഫോൺ പരിശോധനയ്ക്ക് അയച്ചു. പരിശോധനാ ഫലം വരുന്നതിന് മുൻപ് കോടതിയിൽ പോയി പറയാണ് കേസ് തീർന്നു. എന്തുകൊണ്ട്? എങ്ങനെയാണ്? കുറ്റക്കാർ ആരുമില്ല. ഇത് വെറുതെ അങ്ങോട്ട് കാഫിർ സ്ക്രീൻഷോട്ട് അങ്ങോട്ട് ഉത്ഭവിക്കായിരുന്നു. ആ സ്ക്രീൻഷോട്ട് ആരെങ്കിലും ഉണ്ടാക്കണ്ടേ? അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ആരെങ്കിലും ഉണ്ടാക്കണ്ടേ? ഈ അന്വേഷണത്തിലേക്ക് വരെ എത്തിയത് ഇടതുപക്ഷം ഭരിക്കുമ്പോഴാണെന്ന് ആലോചിക്കണം. അന്വേഷണത്തിലേക്ക് എന്ത് സംഭവിച്ചു ആർക്കും അറിയില്ല. ഇപ്പൊ അന്വേഷിക്കുന്നുണ്ടല്ലോ. അന്വേഷണം നടക്കട്ടെ. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം.